രേവതിയുടെ കല്യാണത്തിന് പോകാൻ ഒരു വാഹനം. അതല്ലേ നിങ്ങൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം? അത് ഞാൻ അറേഞ്ച് ചെയ്തോളാം, എന്റെ ചെലവിൽ. എന്റെ ഫ്രണ്ട് ഒരു ട്രാവൽസ് നടത്തുന്നുണ്ട്. ഡീസലും ഡ്രൈവറുടെ ബാറ്റയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഒരു 7 സീറ്റ് ട്രാവലർ നമുക്ക് വിട്ടുതരും. അതുപോലെ നമുക്ക് മതി. ചെലവ് മുഴുവൻ നന്ദന ഒറ്റയ്ക്ക് എടുക്കൊന്നും വേണ്ട. എത്രയാണെന്ന് പറഞ്ഞാൽ മതി, പകുതി കാശ് ഞാൻ തരാം. അതിന്റെ ആവശ്യമില്ല പ്രിയൻ. ഇത് ഞാൻ രേവതിക്ക് കൊടുക്കുന്ന മാരേജ് ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. നന്ദൻ സാറും കല്യാണത്തിന് വരില്ലേ? അപ്പൊ ഞാൻ വരണ്ടേ? വരണം. വരും രേവതി. രേവതിയുടെ കല്യാണത്തിന് ഞാൻ എങ്ങനെയാ വരാതിരിക്കുക? സംസാരിച്ചൊക്കെ മതി, എല്ലാരും പോയി ഭക്ഷണം കഴിക്കേ. വാ. പാർവതി, എന്താ സർ? രേവതിയുടെ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് പാർവതിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവരോട് പറയുന്നത് ഞാൻ കേട്ടു. പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ പാർവതിയുടെ മുഖത്തെ സങ്കടവും ഞാൻ കണ്ടു. പാർവതിയുടെ സങ്കടം മാറ്റാനാ ഞാൻ വണ്ടി അറേഞ്ച് ചെയ്തത്. രേവതിയുടെ കല്യാണത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ ജീവിതത്തിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും നടന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ഒരിക്കൽ കൂടി അത് ആവർത്തിക്കുക. നമ്മൾ ഈ കല്യാണത്തിന് പോയി തിരിച്ചെത്തുമ്പോഴത്തേക്കും പാർവതിയുടെ ജീവിതം മാറിയിരിക്കും.